കേച്ചനയുടെ പുണ്യമാണ് രാമായണ മാസം. അത് കേച്ചനയുടെ നല്ല ലോകവ്യാപകമായിട്ട് ഇന്ന് എല്ലാ സ്ഥലത്തും ആൾക്കാര് രാമായണം വായിക്കുന്നു. ഒരു ആ, നമ്മുടെ എത്രയോ വർഷങ്ങള് മുമ്പ് ജീവിച്ച ആ, ശ്രീരാമദേവന്റെ ചരിതം, അതിന്റെ കാലിക പ്രസക്തി നമ്മൾ ആവർത്തിച്ചെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നമുക്കെല്ലാം സമാധാനം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും സന്തോഷമായിട്ടിരിക്കാൻ രാമായണം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് രാമായണത്തിന്റെ റെലവൻസ്. അപ്പോൾ ഒരു നമ്മൾ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും രാമന്റെ അയനം എന്ന് പറയുന്ന പോലെ തന്നെ അത് ധർമ്മത്തിന്റെ അയനം കൂടെയാണ്. അപ്പോൾ ധാർമ്മികമായിട്ട് ജീവിച്ചാൽ എല്ലാ കാലത്തും സമാധാനമായിട്ടുണ്ടാവും, സമാധാനമായിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ. ഗുരുജി, എനിക്ക് ജീവിതത്തിൽ സമാധാനം ഇല്ല, അപ്പൊ അത് സമാധാനം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ ചോദിക്കുമ്പോൾ ഗുരുജി പറയും, നിനക്ക് സമാധാനമല്ലേ വേണ്ടത്? അപ്പൊ അതെ, പറഞ്ഞു അതിന് രാമായണം വായിക്കുമോ? അതൊക്കെ ഞാൻ പണ്ടേ ഒത്തിരി നാളൊക്കെ ചെയ്തു തന്നിട്ടും ഒന്നും സമാധാനം ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഗുരുജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഒന്ന് എഴുതി വെക്കൂ, നിനക്ക് വേണ്ടത് എന്താണെന്ന് നീ തന്നെ ഒന്ന് എഴുതൂ. അപ്പൊ അവരെഴുതി, എനിക്ക് സമാധാനം വേണം എന്ന് എഴുതി. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ആദ്യം എനിക്ക് അങ്ങ് മാറ്റ്. എനിക്ക് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണം അങ്ങ് മാറ്റ്, അതും മാറ്റി. അപ്പൊ മാറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെന്താ ഉള്ളത്? സമാധാനമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഇത് തന്നെയാ. ഈ എനിക്ക് വേണം ആണ് പലപ്പോഴും സമാധാനക്കേടിന്റെ ഒരു റീസൺ. നമുക്ക് വേണ്ടതിന്റെ ഒക്കെ പുറകെ നമ്മൾ പോയിയാണ് ജീവിതത്തിലുടനീളം നമ്മൾ സമാധാനക്കേടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ടാന്ന് വെച്ചവരുടെ ചരിത്രമാണ് ശരിക്കും നമ്മൾ രാമായണത്തിലുടനീളം കാണുന്നത്. ത്യാഗങ്ങളിൽ കൂടെ തന്നെ ജീവിച്ച കുറേ മനുഷ്യരുടെ ചരിത്രമാണ് രാമായണം. അപ്പം നമ്മളിത് രാമന്റെ ഹിസ്റ്റോറി ആയിട്ട് തന്നെയാണ് പറയണത്, രാമന്റെ കഥയാണ്. അപ്പം രാമന്റെ സ്റ്റോറിയും അദ്ദേഹത്തിന്റെ ചുറ്റും ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ സ്റ്റോറിയുമാണ് രാമായണം. അതിൽ ഓരോ വ്യക്തിയെയും എടുത്തു നോക്കിയാലും അവരൊക്കെ ത്യാഗത്തിന്റെ വഴിയിൽ ജീവിച്ചവരാണ്. അപ്പൊ ധർമ്മത്തിന്റെ വഴി മാത്രമല്ല, അത് ത്യാഗത്തിന്റെ വഴിയും കൂടെയാണ്. അപ്പൊ നമ്മൾ എവിടൊക്കെ ആ ഡിറ്റാച്ച്മെന്റ്, അൾട്ടിമേറ്റ്ലി ഹിന്ദുയിസത്തിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒക്കെ നമ്മളെല്ലാവരും സന്യാസിമാരെ പോലെ ആവണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇൻവോൾവ്മെന്റ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, അത് നമ്മുടെ ധർമ്മത്തിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. അത് മുഴുവനായിട്ട് എല്ലാ കഥാപാത്രങ്ങളിൽ കൂടെയും രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. അത് ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ഈ മാസാചരണം നമുക്ക് പ്രേരണയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സൺ ഗോപിനാഥ് കുറുപ്പ് 2 വാക്ക്. താങ്ക് യു. ജയ് ശ്രീറാം. കർക്കിടക മാസം 1 ജൂലൈ 17 ശ്രീ രാമായണ പാരായണ മാസാചരണമായിട്ട് ലോകത്തെല്ലായിടത്തും ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേച്ചനെയും അത് ഇന്ന് തുടങ്ങുകയാണ്. ശ്രീരാമനെ ആദർശ പുരുഷനായി മനസ്സിൽ കണ്ടുകൊണ്ട് ധാർമ്മികമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആർക്കും നല്ല നിശ പറഞ്ഞ പോലെ എനിക്കെന്നുള്ളത് വിട്ട് ധർമ്മത്തിന് വേണ്ടി, സനാതനത്തിന് വേണ്ടി മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ സമാധാനം. അപ്പൊ അങ്ങനെയുള്ളൊരു ദിവസത്തിന്റെ ആചരണം ഇന്ന് ആരംഭിക്കുകയാണ്. അതില് ഈ രാമരാജ്യം കാക്ഷിക്കുന്ന, ലോക സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ആപ്തവാക്യം മനസ്സിൽ ഭാവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കേച്ചനയുടെ ഈ സൂമിൽ കൂടെ നടക്കുന്ന ഈ ഇന്റർനാഷണൽ രാമായണ പാരായണത്തിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസിക്കുന്നു. നന്ദി. നമോ ശ്രീറാം. വൈസ് പ്രസിഡന്റ് സുരേഷ് നായർ വല്ലതും പറയാൻ ഉണ്ടോ? ഇല്ല ചേട്ടാ, നമുക്ക് കണ്ടിന്യൂ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ പാരായണം ചെയ്യുന്നത് ഡോക്ടർ സുകുമാർജിയാണ്. സുകുമാർജിയെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ഇവിടെയുള്ളവരെക്കാളെല്ലാം സുകുമാർജി പ്രസിദ്ധനും എല്ലാവർക്കും അറിയപ്പെടുന്ന ആളുമാണ്. രാമായണത്തിലും നാരായണത്തിലെയും ഒക്കെ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഇന്ന് വായിക്കുന്നത്. രാധാമണി നായർ പ്രാർത്ഥനാ ശ്ലോകം ആരംഭിച്ചുകൊണ്ട് ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസ നമ്മുടെ കേച്ചന്നയുടെ മാസാചരണ മാസത്തിന്റെ തുടക്കം ആദ്യത്തെ ദിവസം ആരംഭിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യുക, വായിക്കുന്നവർ മാത്രം ഓൺ ചെയ്ത് വെക്കുക പ്ലീസ്.
ഭക്താർത്തിനാശനപരായ ഗണേശ്വരായ സർവേശ്വരായ സുഭദായ സുരേശ്വരായ വിദ്യാധരായ വികടായ ച നർത്തനായ ഭക്തപ്രസന്നവരദായ നമോ നമസ്തേ. ഓം സംസരസ്വത്യേ നമഃ. മുദ്രാ പുസ്തകഹസ്താഭ്യാം ഭദ്രാസനകൃതിസ്ഥിതേ പുരസരേ സദാ ദേവി സരസ്വതി നമോസ്തുതേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തഴുമാര്യപാദം. ഓം ശ്രീരാമചന്ദ്രായ സീതാപതേ നമഃ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാർ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ
മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുട നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേൽമേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതൻ മമവരം എപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ദീനപാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ഭാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം
വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണം എന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ദി മധ്യേ പോകി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി. ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ
ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമില്ലാർക്കും ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാർത്ഥ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യൻ അജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗൽ ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ താൻ മായാദേവിയായ ജാനകിയോടും കൂടി ആനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം
സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്ക് യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദമങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പുക്ക് മുപ്പുരവൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോട് അയോധ്യയും ബുക്ക് 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിനാരംഭിച്ചാനത് മാതാവ് കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ഭുക്ക വൃത്താന്തം കെട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ബുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചുകുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനവും ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകന്തങ്ങൾ മറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യൻ അനേകാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു
തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനോടിങ്ങനെ സീതാദേവി അഞ്ജലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ എറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമുപദേശം ഇതിന്മീതയില്ലൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ. പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോൽഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാ. കിംരണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുവെന്നരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം
പുരാവേദ സംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുത്യക്തമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്നു പേരിതിന്നിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും മർദ്ദിച്ചീടും മുക്തിയും സിദ്ധിച്ചീടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. പരമശിവൻ ചെയ്യുന്ന കഥാകഥനം. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്ക എന്നെ മറ്റൊരു വഴിയില്ല. സരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരും പോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹര മന്ദിര വക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ഛന വത്സം പാദപങ്കജ ഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭഗിരീഡോദ്യൽ കുണ്ടല മുക്താഹാര കേയൂരാംഗ കടക കടിസൂത്ര വലയാങ്കുലീയകാദ്യഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം. സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ അരുതാതൊരു പാദാംബുജം. നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരാമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരിക വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരികവരം നാഥ കരുണാകര പോറ്റി. ശരണം രമാരമണധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര
പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനൻ ഇതി സ്തുതി ചെയ്തോരു നേരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു, നാഥൻ എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടേക്കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹ ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു, നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ. പൗലസ്ത്യതനയനാൻ രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്ത വരബലദർപ്പിതനായിട്ടതിനിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ലോകപാലകന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ. ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിന്നു മധുരിപോ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായുതുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്യൈവമേ. കശ്യപൻ ദശരഥനാംനാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യുത്തുനാ വിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാത്മാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആതി തീർന്നതു നേരം അതിനായകൻ മറിഞ്ഞിടിനോരാശ നോക്കി. ഖേദവുമകുന്നുള്ളിൽ പ്രീതി പൂണ്ട ഉടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാദിശ്വന്നയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സൂത്രാമാദികളോട് പത്മസംഭവൻ നിജഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പുക്കു സത്വരം ധരിത്രിയും അസ്തസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോപലയോധികളായി ഉന്നത പർവ്വതതുല്യ ശരീരന്മായ അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു വാണാരല്ലോ.
പുത്രലാഭ ആലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുല വരതുല്യനാം സത്യപരാക്രമൻ അനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖന ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നും പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസനം ക്രമത്താലെ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. ശ്രീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ. ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ
നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. ശ്രീരാമ രാമ രാമ. പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരകസനകാദി സഹസ്രനേത്ര മുഖവിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചികുരവും അളക സുഷുമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും സംഘസന്നിഭ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീ നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡല മദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിന. രാമ 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 ഫലശ്രുതിയുടെ ചൊല്ലി. ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഫലശ്രുതിയുടെ വായിക്കല്ലേ? വായിക്കാം. അതേ തുടർന്ന് ഇന്നത്തെ സമ്മറിയും കൂടെ പറഞ്ഞോളൂ. വായിക്കാം. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനി ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃത്തിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കെട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും. അർത്ഥാർത്ഥി കെട്ടിയിടിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും. അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും. ആദികളെല്ലാം അകന്നു പോം നിർണയം. ദേവ പിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലും. അതയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം. പരമാർത്ഥം ഇതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും.
അധ്യാത്മ രാമായണത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇപ്പോ ജന്മഭൂമിയിൽ വരുന്നുണ്ട്. അത് ഞാൻ ഒരു സംക്ഷിപ്ത രൂപത്തിൽ എഴുതുക. ഏകദേശം ഒരു പേജ് ഉണ്ട് ഒരു ദിവസം വരുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസത്തേത് ഇപ്പൊ വായിക്കാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിന്റെ സംക്ഷിപ്ത രൂപമാണിത്. ജൂലൈ 17 മുതൽ 30 ദിവസം രാമായണത്തിന്റെ ഓരോ ഭാഗങ്ങൾ സാധാരണ ഓരോ ദിവസവും പാരായണം ചെയ്യുന്നതിന്റെ കഥയും ആശയവും ചുരുക്കത്തിൽ പറയുക എന്നതാണ് ഈ പങ്ക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശദമായ വായനയ്ക്കും ഭക്തി പ്രഹർഷത്തിനും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിന്റെ പാരായണത്തിന് പകരമായി മറ്റൊന്നുമില്ല എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ദിവസം 1 ബാലകാന്ഡം. അനാദിയായ കാലം, അതിൻ്റെ അതിപാവനമായ ഒരേടിൽ ശ്രീരാമന്റെ കഥ അധ്യാത്മ രാമായണം ആരംഭിക്കുന്നത് അതിവിശിഷ്ടമായ രാമനാമജപത്തിലൂടെയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാമജപത്തിന്റെ ആവർത്തനം അതിമധുരവും അതിശക്തവുമാണ്. രാമ എന്ന നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ ഹൃദയം പ്രശാന്തമാവുകയും ദുഃഖങ്ങൾ അകലുകയും ചെയ്യുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. രാമന്റെ പുണ്യനാമത്തിന്റെ ആവർത്തന ജപം പതിത ജന്മങ്ങളെ പോലും പരിവർത്തനം ചെയ്യുന്നതത്രേ. ശ്രീരാമ രാമ രാമ. ഏറെ യുഗങ്ങൾക്ക് മുമ്പ് വനാന്തരങ്ങളിൽ ജീവിച്ചു വന്നിരുന്ന ഒരു വേടനുണ്ടായിരുന്നു. തീരെ വിദ്യാഭ്യാസമില്ലാത്തവനും അജ്ഞനുമായ അയാൾ ഒരു ദിവസം മരാമ രാമ രാമ രാ എന്നുച്ചരിച്ച് താൻ അറിയാതെ തന്നെ രാമരാമ രാമരാമ എന്നിങ്ങനെ രാമനാമം ജപിക്കാൻ തുടങ്ങി. അവന്റെ ആ നിഷ്കളങ്ക പ്രവൃത്തി, അനിച്ഛാപൂർവം ചെയ്ത രാമനാമ ജപം അവനെ അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് കരകയറ്റി വാൽമീകി എന്ന മഹർഷിയാക്കി മാറ്റി. അദ്ദേഹം രാമായണ കാവ്യത്തിന്റെ രചയിതാവായി. ഇത് ഒരു സാധാരണ കാവ്യരചനയായിരുന്നില്ല. സാക്ഷാൽ ബ്രഹ്മദേവനാണ് നാവിൽ വിരാജിച്ച ഓരോ അക്ഷരവും വാക്കും ശ്ലോകവും ദിവ്യ സത്യത്തിന്റെ കാവ്യ ഗരിമയുടെ മോക്ഷത്തിന്റെ വാതിലുകൾ തുറക്കാൻ കഴിയുന്നത്ര പരിപാവനമായ കഥ നൽകിയത്. കാലാതീതമായ സത്യത്തിന്റെ ധർമ്മമാർഗത്തിന്റെ നിതാന്തമായി നമ്മിൽ ഉണർന്നിരിക്കുന്ന ദിവ്യതയുടെ സാധ്യതാ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഉദാത്തവും പ്രചോദനപ്രദവുമായ ആദികാവ്യമാണ് വാൽമീകി പറഞ്ഞു വെച്ച രാമന്റെ കഥ. അന്നും ഇന്നും ഒരുപോലെ സാങ്കത്യമുള്ള കഥയും കഥയ്ക്കുള്ളിലെ കാര്യവുമാണ് രാമായണം. വ്യാസവിരചിതമായ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ശൈലിയിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് സമർപ്പിച്ച മഹത്തായ കാവ്യമാണ് അധ്യാത്മ രാമായണം. ഉമാമഹേശ്വര സംവാദം. കൈലാസ പർവ്വതത്തിൽ പരമശിവന്റെ സഹധർമ്മിണിയായ പാർവതി ശ്രീരാമന്റെ അവതാര രഹസ്യം മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു. അറിവിന്റെ ആത്മസംയനത്തിന്റെ കേദാരമായ ഭർത്താവിന്റെ മുന്നിൽ വണങ്ങി നിന്ന് ദേവി ആവശ്യപ്പെട്ടത് കേവലം കഥ മാത്രമല്ല, കഥയുടെ പുറകിലുള്ള ആന്തരിക സത്ത കൂടിയാണ്. ധർമ്മം, കർമ്മം, ഭക്തി, ദിവ്യാചരണങ്ങളുടെ രീതികളും നിഷ്ഠകളും അവയുടെ രഹസ്യങ്ങൾ എല്ലാം സമ്യക്കായി അറിയാനാണ് പാർവതി ദേവി അപേക്ഷിച്ചത്. പാർവതിയുടെ വിനയവും ആഗ്രഹവും കണ്ട് സന്തുഷ്ടനായ ശിവൻ സമ്മതിച്ചു. ഞാനും രാമന്റെ ഭക്തനാണ്, അതുകൊണ്ട് രാമന്റെ കഥ പറയാൻ എനിക്കും സന്തോഷമാണ്. മാത്രമല്ല നിന്റെ ചോദ്യവും വളരെ നന്നായി. തികച്ചും അർഹയായ ഒരാൾക്കായി രാമകഥ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ചാരിതാർത്ഥ്യവും എനിക്കുണ്ടാവുമല്ലോ. അങ്ങനെ മഹത്തായ കഥാകഥനം ആരംഭിച്ചു. ലങ്കയിലെ അതിഭീകരമായ യുദ്ധത്തിന് ശേഷം രാവണ നിഗ്രഹം കഴിഞ്ഞ് വിജയശ്രീലാളിതനായ ശ്രീരാമൻ സീതാദേവിയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി. രാജാവായി കിരീടധാരണം ചെയ്തു. മുനിമാർ, പ്രഭുക്കർ, വിശ്വസ്ത വാനരന്മാർ, സേനാനികൾ എന്നിവർ നിറഞ്ഞ രാജ്യസഭയിൽ ഹനുമാൻ നിശബ്ദനായി കൈകൾ കൂപ്പി തന്റെ പ്രഭുവിനോടുള്ള ഭക്തി പ്രഹർഷത്താൽ കണ്ണുകൾ നിറഞ്ഞു നിന്നു. തന്റെ ഉത്കൃഷ്ടനായ ഭക്തനെ നോക്കി രാമൻ സീതയോട് പറഞ്ഞു, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ രഹസ്യം, സത്യം ശരിയായി ഗ്രഹിക്കാൻ ഏറ്റവും യോഗ്യനായി ഞാൻ കാണുന്നത് ഹനുമാനെ മാത്രമാണ്. അതുകൊണ്ട് ദേവി തന്നെ അവന് പരമാർത്ഥ തത്വം ഉപദേശിച്ചാലും. അതികൃപയോടെ മൃദുലമധുരമായ സ്വരത്തിൽ സീത ഹനുമാനോട് പറഞ്ഞു, വായുപുത്ര, അറിഞ്ഞാലും പരമസത്യം ബ്രഹ്മമൊന്നു മാത്രമാണ്. രൂപരഹിതവും കാലാതീതവും വാക്കുകൾക്കപ്പുറവും അനന്തവുമാണത്. ആ പരബ്രഹ്മം ഇപ്പോൾ ശ്രീരാമനായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്നു. ഞാൻ പ്രകൃതിയായി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം നൃത്തം ചെയ്യുന്ന സൃഷ്ടിശക്തിയാണ്. ഞാൻ പ്രവർത്തിക്കുമെങ്കിലും അദ്ദേഹമാണ് എന്നെ ചടുലമാക്കുന്നത്. ബ്രഹ്മം പ്രവർത്തിക്കുന്നതായി തോന്നുമെങ്കിലും അതെന്നും എപ്പോഴും നിശ്ചലമാണ്, ആദിമധ്യാന്തരഹിതമാണ്. ശ്രീരാമൻ കൂട്ടിച്ചേർത്തു, ഒരേ ആകാശം പല ജലാശയങ്ങളിൽ പ്രതിഫലിക്കുന്നത് പോലെ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം അസംഖ്യം ജീവാത്മാക്കളായി പ്രതിഫലിക്കുന്നു.
ആകാശം അസംഖ്യം വസ്തുക്കളിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ ആ കാഴ്ചകളുടെ നാമരൂപഭാവങ്ങൾ വ്യത്യാസപ്പെട്ടേക്കാം, പക്ഷെ ആകാശം എപ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. അതുപോലെ എല്ലാ ജീവാത്മാക്കളും ആ പരമാത്മാവിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. അവർ ഓരോരുത്തരും പരമാത്മാവുമായുള്ള തങ്ങളുടെ ഐക്യം തിരിച്ചറിയുന്ന നിമിഷം എല്ലാ ദുഃഖവും അവസാനിക്കുന്നു. സീതാദേവിയുടെയും ശ്രീരാമന്റെയും വാക്കുകൾ കേട്ട് ഹൃദയം നിറച്ച് പുളകം പൂണ്ട ദേഹത്തോടെ ഹനുമാൻ തൊഴുതു നിന്നു. ശിവൻ പാർവതിയോട് കഥനം തുടർന്നു. തിന്മ നിറഞ്ഞവരുടെ ഭാരം കൊണ്ട് വലഞ്ഞ് ഭൂമിദേവി തന്റെ രക്ഷയ്ക്കായി ബ്രഹ്മദേവനോട് സങ്കടം പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കണ്ട് ഭൂമിദേവിയുടെ ദുഃഖശമനം നടത്താനുള്ള മാർഗം തേടി. അവരുടെ പ്രാർത്ഥനകളിൽ സന്തോഷിച്ച് മഹാവിഷ്ണു ഭൂരക്ഷയ്ക്കായി താൻ ദശരഥ രാജാവിന്റെ പുത്രൻ രാമനായി ഭൂമിയിൽ അവതരിക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകി. പുത്രകാമേഷ്ടി യാഗം, ശ്രീരാമ അവതാരം. തുടർന്ന് രാമായണ കഥയുടെ ഭൂമിക അയോധ്യയിലേക്ക് മാറുന്നു. അയോധ്യ അധ്യാത്മ രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡം, ബാലകാണ്ഡം, തുടങ്ങുന്നത് ഇവിടെയാണ്. ധീരനും നീതിമാനുമായ ദശരഥൻ ഭരിച്ചിരുന്ന മഹത്തായ രാജ്യമാണ് അയോധ്യ. എന്നാൽ തന്റെ കുലത്തിന്റെ രാജ്യത്തിന്റെ പിന്തുടർച്ചയ്ക്കായി ഒരു പുത്രൻ പോലും ഇല്ല എന്ന ദുഃഖം രാജാവിനെ അലട്ടി. ഖിന്നനായ രാജാവ് പുത്രലബ്ധിക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് തന്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം തേടി. സന്താന ലബ്ധിക്കായുള്ള ഒരു പുണ്യഹോമം, പുത്രകാമേഷ്ടി യാഗം ചെയ്താൽ മതിയെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. അതനുസരിച്ച് രാജാവ് ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ട് അതിവിപുലമായി യാഗം നടത്തിച്ചു. യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ കയ്യിൽ ദിവ്യമായ ഒരു പായസം നിറച്ച പാത്രവുമായി പ്രത്യക്ഷപ്പെട്ട് അത് രാജാവിന് സമ്മാനിച്ചു. ദശരഥൻ ഈ ദിവ്യ പായസത്തിന്റെ പകുതി തന്റെ പ്രിയപത്നി കൈകേയിക്കും മറ്റേ പകുതി കൗസല്യയ്ക്ക് നൽകി. അവർ രണ്ടുപേരും തങ്ങളുടെ വീതത്തിൽ നിന്നും പകുതി വീതം മൂന്നാമത്തെ രാജ്ഞിയായ സുമിത്രയ്ക്ക് നൽകി. രാജ്ഞിമാർ മൂവരും കാലക്രമേണ ഗർഭിണികളായി. രാജാവിന് 4 പുത്രന്മാരുണ്ടായി. കൗസല്യയിൽ രാമനും, സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും, പിന്നെ കൈകേയിയിൽ ഭരതനും ജനിച്ചു. കൗസല്യ തന്റെ ഉദരത്തിൽ പിറന്ന ശിശുവായ ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ ആ ശിശുവിന്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞു. ശംഖ, ചക്രം, ഗദ, പത്മം ഇവ ധരിച്ച 4 കൈകളുള്ള ദിവ്യമായ ഭഗവത് സ്വരൂപം നേരിൽ കണ്ട് കൗസല്യ സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ഭഗവാനെ സ്തുതിച്ചു. എന്നാൽ പിന്നീട് ഭഗവാൻ സ്വയം ശിശുഭാവത്തിൽ തൻ്റെ അമ്മയുടെ മടിയിൽ മുലപ്പാലുകൊണ്ട് കിടന്ന് ആ അമ്മയ്ക്ക് ജന്മപുണ്യസുഹൃതം നൽകി. രാമ 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 ഹരി മംഗളം ചൊല്ലിക്കോളൂ. രാമായണം കഴിഞ്ഞു. ഹരി ഗോവിന്ദ രാമനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. മമ പാർവതിപദേ ഹര ഹര മഹാദേവ. ജനകീകാന്തനാമ സ്മരണേ ജയ ജയ രാമ രാമ. കല്യാണശീല തവ നല്ല കഥാവിലാസം എല്ലാം പുറത്തു മമ സങ്കടമാച്ചു തീർപ്പാൻ വിലോദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ രാമചന്ദ്രം ഭജേ രാമചന്ദ്രം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാഷ്ട്രസന്തകം. മാരുതി നമത രാഷ്ട്രസന്തകം. ജയ സീതാരാമചന്ദ്ര കി ജയ. ജയ അഞ്ജനേന സ്വാമിജി കി ജയ. പവനസുത ഹനുമാൻ കി ജയ. ശ്രീ ഗുരുഭ്യോം ഹരി ഓം. ഹരി ഓം. സുരേഷ് നായർ ഒരു നന്ദി പ്രകാശനം ചെയ്തോളൂ. എല്ലാ ശ്രീരാമദാസർക്കും എൻ്റെ വിനീത നമസ്കാരം. കഴിഞ്ഞ കർക്കിടകത്തിലാണ് നമ്മളിങ്ങനെ ഇത്രയും ഒത്തുകൂടിയത്. അത് കഴിഞ്ഞിട്ടിപ്പം അടുത്ത രാമായണ മാസം തുടങ്ങി. അപ്പം നമ്മൾ കർക്കിടകമാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇന്നത്തെ ഈ രാമായണ പാരായണത്തിൽ നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ശ്രീരാമൻ്റെ ധർമ്മപാത പിന്തുടരാൻ നമുക്കും ശക്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ ഇതൊരു നന്ദി പ്രകടനം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഔപചാരികതയാണ്. ഇതൊരു ഈശ്വര പുണ്യമാണ്, ഈശ്വര പൂജയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും എല്ലാവരും ഈ സൂം മീറ്റിങ്ങിൽ
സമയത്ത് വരാനും ഈ പാരായണം കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു വലിയ പുണ്യമായിട്ട് തന്നെ നമുക്ക് എടുക്കണം. ഇന്നിപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ടും ഭക്തിപൂർവവും രാമായണ പാരായണം തുടങ്ങി വെച്ച ഡോക്ടർ സുകുമാർ ജിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഈ രാമായണ പാരായണം തുടങ്ങിയ വർഷം തൊട്ട് തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം പാരായണത്തിനും അതുപോലെ അത് കേൾക്കാനും ഒക്കെ ആയിട്ട് വരുന്നയാളാണ്. പിന്നെ ഇത് ഓർഗനൈസ് ചെയ്തതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ച ജയപ്രകാശ് ചേട്ടൻ, അതുപോലെ ഇതിനകത്ത് നമ്മുടെ വിശ്വനാഥൻ പിള്ള ചേട്ടൻ, അങ്ങനെ അതുപോലെ നമുക്ക് എന്നും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന രാധാമണി ചേച്ചി, ഇവരോടെല്ലാം പ്രത്യേകം സ്നേഹം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പം ഇത് നമ്മൾ ഇന്നിപ്പോൾ ഏകദേശം 50-ൽ പരം ആളുകൾ ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ ചേർന്നു. അത് നമുക്ക് ഒരു മിനിമം 100 ആക്കണം ഇത് തീരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഫർമേഷൻ. കുറച്ച് സമയമായാലും ഈ കോളിൽ കയറാൻ അവരോട് അഭ്യർത്ഥിക്കുക. അങ്ങനെ നമുക്കിതൊരു വലിയ ഒരു യജ്ഞമായിട്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാം. നാളെ ഇതേ സമയത്ത് തന്നെയാണ്. പലരും സമയത്തിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈസ്റ്റേൺ ടൈം ആണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫ്ലയറിൽ നോക്കിയാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ 8:30, പിന്നെ ഫ്രൈഡേ നാളെ 9, ഫ്രൈഡേ 9 മണി, പിന്നെ വീക്കെൻഡിൽ 12 മണിക്കാണ്. പിന്നെ മൺഡേ ടു തിങ്കൾ തൊട്ട് വ്യാഴം വരെ 8:30. അപ്പം നാളെ നമുക്ക് 9 മണിക്ക് ഇതേ സൂം മീറ്റിങ്ങിൽ ഇതേ ലിങ്കാണ്. ലിങ്കിനകത്ത് മാറ്റമില്ല, സെയിം ലിങ്ക് ഉപയോഗിച്ച് കയറാം. അതെവിടെയെങ്കിലും ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. 2-ാം ദിവസം ഇത് തീരുമ്പോ നമ്മുടെ കൺവെൻഷന്റെ തലേദിവസമായിരിക്കും. അതെ 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 ഈ വർഷത്തേത് നമ്മൾ വായിച്ചു തീരുമ്പോ കൺവെൻഷന്റെ തലേദിവസമായിരിക്കും. അപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് പോരണം. നമുക്ക് അവിടെ വായിച്ചു തീർക്കാം. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ രജിസ്റ്റർ ചെയ്യുക. 16-ാം തീയതി വൈകിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് വായിച്ചു തീർക്കാം. അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ട് നമുക്ക് ഈ വർഷം. അപ്പൊ ഗംഭീരമാക്കാൻ പറ്റട്ടെ കേട്ടോ. ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഇന്ന് UK ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു, അവർ ഗുരുവായൂരിന്ന് 30 കോപ്പി രാമായണ ഇൻ 30 days വരുത്തി അവിടെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണ്, മാറി മാറി വായിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞ് എനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിൽ വായിപ്പിക്കുകയാണ് പിള്ളേരെ കൊണ്ട്, ഓരോ ദിവസം ഓരോ ഏരിയ ആയിട്ട്.